ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു നോമ്പുകാല അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരീക്ഷാ കാലങ്ങളെയും പീഡാനുഭവ മരണ പുനരുത്ഥാന നിമിഷങ്ങളെയും ഹൃദ്യമായി ധ്യാനിക്കുന്ന ദിനങ്ങളാണ്. ഈ സന്ദർഭത്തിൽ ധ്യാനിക്കുവാൻ എടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് 12 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ധ്യാന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിമോചനത്തിനായി നവീകരിക്കപ്പെടേണ്ട കുടുംബം എന്നതാണ്. 430 സംവത്സരത്തെ ദീർഘമായ അടിമവേലയ്ക്ക് ശേഷം ഫറവോന്റെ നുകത്തിൽ നിന്ന് ദൈവജനം ദൈവത്താൽ വിമോചിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് വായനാഭാഗം. മോശയുടെ നേതൃത്വത്തിൽ പലതവണ ഫറവോനോട് തന്റെ ജനത്തെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുകയാണുണ്ടായത്. ഈ സന്ദർഭത്തിൽ ദൈവം തന്റെ അവസാനത്തെ ഇടപെടലിന് തയ്യാറെടുക്കുകയാണ്. എന്നാൽ കനാൻ എന്ന വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടുന്ന ജനം സ്വയം ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് അവർ സ്വയം സജ്ജരാകേണ്ടത് എന്ന് ഇവിടെ ദൈവം മോശയിലൂടെ നമുക്ക് വ്യക്തമാക്കുകയാണ്. ഒന്നാമതായി കുടുംബത്തിന്റെ ഒരുമ എന്നതാണ്. മോശയിലൂടെ ദൈവം ഇസ്രായേലിനോട് പറയുന്നത് അതത് കുടുംബം ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം എന്നാണ്. ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ആരും വിട്ടുപോകരുതെന്ന സൂചനയാണ്. മാത്രമല്ല, ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിന് പുറത്തേക്കും ഉത്തരവാദിത്വമുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. ഓരോ കുടുംബവും അതിനടുത്തുള്ള അയൽക്കാരന്റെ എണ്ണവും കൂടി നോക്കണമെന്ന് കൂടി എഴുതിയിരിക്കുന്നു. വിമോചനവും രക്ഷയും ആഗ്രഹിക്കുന്ന ഏതൊരു കുടുംബത്തിലും ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് ഒരുമ. ഒരാൾ പോലും നഷ്ടപ്പെടാതെ ഇരിപ്പാൻ കരം ചേർത്ത് പിടിക്കുന്ന ആത്മീയത ഇവിടെ അനിവാര്യമാണ്. കൂടാതെ ഓരോ ക്രിസ്തീയ കുടുംബത്തിനും അതിന്റെ പരിസരങ്ങളിലെ കുടുംബാംഗങ്ങളോട് ഒരു ഉത്തരവാദിത്തമുണ്ടെന്നും ഇവിടെ പറയാതെ പറയുന്നു. നമ്മുടെ ഭവനങ്ങൾ സ്വയം പുതുക്കപ്പെടുകയും അയൽപക്കങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന സാക്ഷ്യകൂടാരങ്ങളായി രൂപപ്പെടുന്നതിനും കഴിയണം. രണ്ടാമതായി യാഗമായി മാറുന്ന കുടുംബങ്ങൾ. മോശയുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോ കുടുംബവും അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ ദൈവസന്നിധിയിൽ അർക്കണം. ഓരോ ആട്ടിൻകുട്ടിയും കുടുംബാംഗങ്ങളുടെ പ്രതിനിധിയോ പകരക്കാരനോ ആയി മാറുകയാണ്. ദൈവത്തോടൊത്തുള്ള യാത്ര തീവ്രവും പരീക്ഷണങ്ങൾ നിറഞ്ഞതുമാണ്. യാഗമായി മാറുവാൻ സമർപ്പണമില്ലാതെ കനാനിലേക്കുള്ള യാത്ര സുഗമമല്ല. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന അപജയങ്ങൾക്ക് കാരണം സഹനത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ ത്യാഗത്തിനോ മനോഭാവമില്ലാത്തതാണ്. മൂന്നാമതായി വീണ്ടെടുപ്പിന്റെ മുദ്ര സ്വീകരിക്കുന്ന കുടുംബങ്ങൾ. കനാനിലേക്ക് യാത്രയൊരുങ്ങുന്ന ജനത്തോട് മോശ പറയുന്നു, നിങ്ങൾ കുഞ്ഞാടിന്റെ യാഗത്തിന്റെ ഭാഗമായ രക്തം കൊണ്ട് വീടിന്റെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടേണമെന്ന്. സംഹാരദൂതൻ കടന്നു വരുമ്പോൾ അത് മിസ്രൈമ്യരുടെ ഭവനങ്ങളെ തൊടുകയും ആദിജാതന്മാർ മരിക്കുകയും ചെയ്യും. എന്നാൽ കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ഭവനങ്ങൾ രക്ഷ പ്രാപിക്കും. ദൈവജനമേ, നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ ജീവിതങ്ങൾ മുദ്രയിട്ടപ്പെട്ടതായിരിക്കണം. വെളിപാട് പുസ്തകത്തിൽ രക്ഷയുടെ ശുഭ്രവസ്ത്രം ധരിച്ചു നിൽക്കുന്ന 10,000 കുഞ്ഞാടിന്റെ മുദ്രയേറ്റവരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിന്റെ വില മനസ്സിലാക്കുന്നവരും ആ രക്ഷയും മഹിമയുടെ സാക്ഷികളുമായിരിക്കണം. നാലാമതായി ഒരുക്കമുള്ള കുടുംബങ്ങൾ. പുറപ്പാടിന് ഒരുങ്ങുന്ന ഓരോ കുടുംബങ്ങളും വളരെ ഒരുക്കത്തോടെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുന്നത് വളരെ തിടുക്കത്തോടെയാണ്. അവർ അര കിട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും അവർ ഒരുങ്ങി നിൽക്കുകയാണ്. പൗലോസ് ശ്ലീഹ എഫേസ്യ ലേഖനത്തിൽ ഒരു ദൈവ പൈതൽ എങ്ങനെ ഒരുങ്ങി നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും വിശ്വാസം എന്ന പരിചയെടുത്തും കൊണ്ട് നിൽക്കുവാൻ ഓരോ വിശ്വാസിയും തയ്യാറാവണമെന്നാണ് വിശുദ്ധ പൗലോസ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ നവീകരിക്കപ്പെടുമോ? ഒരുമയുള്ള കുടുംബങ്ങളായി, യാഗസന്നദ്ധതയുള്ള കുടുംബങ്ങളായി, വീണ്ടെടുപ്പിന്റെ മുദ്രയുള്ള കുടുംബങ്ങളായി,
ഒരുക്കത്തോടെ വിശ്വാസയാത്ര തുടരാൻ നമുക്കാകുമോ? അതിനായി നമുക്ക് നമ്മെ ഈ നോമ്പ് കാലയളവിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. നോമ്പിന്റെ ഈ കാലയളവിൽ ഒരുമയുടെയും യാഗത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ഒരുക്കമുള്ള കുടുംബങ്ങളായി വർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.